ഈ PCOS ഉള്ളവർക്ക് പ്രഗ്നൻസി പ്രയാസമായിട്ട് മാറുമോ? എൻ്റെ ഒരു 27 ഇയേഴ്സിൽ നാം കണ്ടത് PCOSൽ പ്രഗ്നൻസി വരാറുണ്ട്. ഈ PCOS തന്നെ 4 ടൈപ്പാ കാണുമ്പോൾ. ഒന്ന് ഇറഗുലർ സൈക്കിൾസ്, ഹെയർ പ്രോബ്ലംസ്, പിമ്പിൾ പ്രോബ്ലംസ് ആൻഡ് അൾട്രാസൗണ്ടിൽ PCOS മോർഫോളജി, അത് ടൈപ്പ് എ. രണ്ടാമത്തെ ടൈപ്പ് ഇറഗുലർ സൈക്കിൾസ് ആയിരിക്കും, ഓക്കെ, ആൻഡ് എക്സസ് ഹെയർ ഗ്രോത്ത്. അവര് നമ്മളടുത്ത് വരും, ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ടൈപ്പ് നോർമൽ മെൻസസ് ആണ്, അതും ഉണ്ട് PCOSൽ. ഈ PMOSൽ നോർമൽ മെൻസസ് ഉണ്ടാവും, പക്ഷെ ഓവുലേഷൻ ഒരു പ്രോബ്ലം ആവാം. പക്ഷെ അവർക്ക് പ്രഗ്നൻസി നോ പ്രോബ്ലം. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കാറ്റഗറിയിൽ പ്രഗ്നന്റ് ആവും. ലാസ്റ്റ് കാറ്റഗറിയാണ് അൾട്രാസൗണ്ടിൽ നമ്മൾ കാണുമ്പം PCOS ആ ഒരു മോർഫോളജി കാണും, പീരിയഡ്സിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ഇവരെല്ലാം പ്രഗ്നൻസി എക്സെപ്റ്റ് ഫോർ കാറ്റഗറി എ എല്ലാവരും പ്രഗ്നന്റ് ആവും. പക്ഷെ പ്രഗ്നൻസിയിൽ മിസ്കാരേജസ്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, ഡയബറ്റീസ് വെരി കോമൺ ആൻഡ് ഏർലി ഡെലിവറി. അപ്പൊ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, പക്ഷെ ഇത് 90% വി ക്യാൻ സോൾവ്.